നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആർനെ സ്ലോട്ടിൻ്റെ പരിശീലക സ്ഥാനം നഷ്ടമാകുമോ? ലിവർപൂൾ തുടരെ പരാജയപ്പെടുന്നു. ഈ ഒരു ഘട്ടത്തിൽ കോച്ചിനോട് തന്നെ നേരിട്ട് ചോദിക്കുകയാണ്. നാളെ ലിവർപൂളും ഫുൾഹാമും തമ്മിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ രാത്രി ഇന്ത്യൻ സമയം 10 മണിക്ക് ഏറ്റുമുട്ടുന്നുണ്ട്. അതിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആർനെ സ്ലോട്ട് ഇതിനുള്ള മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓണേഴ്സ് എനിക്ക് നൽകുന്ന സപ്പോർട്ട്. അതായത് ഫ്രം റിച്ചാർഡ് ഹ്യൂസ്, അതുപോലെ തന്നെ മൈക്കിൾ എഡ്വേർഡ്സ്, ഇവരിൽ നിന്നൊക്കെ എനിക്ക് നല്ല രൂപത്തിലുള്ള സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വിയേഡായിട്ട് തോന്നും, അല്പം വിയേഡായിട്ട് തോന്നും, പക്ഷേ എനിക്ക് ഫാൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്, അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താകും എന്നൊരു തോന്നൽ പോലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആർനെ സ്ലോട്ടിനില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ആരാധകർ ടീമിന് നൽകുന്ന സപ്പോർട്ടിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഒരു അനുഭവം കൂടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, പാരീസിൽ ഞങ്ങൾ കളിക്ക് മുമ്പ് ഒന്ന് നടക്കാനിറങ്ങിയപ്പോൾ ഞങ്ങൾ ആ കളിക്ക് മുമ്പ് 4-0 സിറ്റിയോട് തോറ്റിരുന്നതാണല്ലോ. എന്നിട്ടും ഞങ്ങളെ കാണുമ്പോൾ ആരാധകർ, പാരീസിലുണ്ടായിരുന്ന ഞങ്ങളുടെ ആരാധകർ പാടാൻ തുടങ്ങി, വി ലവ് യു ലിവർപൂൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 90 മിനിറ്റ് ഔട്ട് പ്ലേ ചെയ്യപ്പെട്ടല്ലോ. പാരീസിന് മുന്നിൽ ഞങ്ങളുടെ കളി മറന്നു വെച്ച പോലെ ഔട്ട് പ്ലേ ചെയ്യപ്പെട്ടു. അപ്പോഴും എവേ സ്റ്റാൻഡിലിരുന്നു കൊണ്ട് അവർ ഞങ്ങൾക്ക് വേണ്ടി പാടുന്നുണ്ടായിരുന്നു. സോ ആ ഒരു സപ്പോർട്ട് കോൺസ്റ്റൻ്റ്ലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ തന്നെ തുടരും എന്നാണ് ഇപ്പോൾ ആർനെ സ്ലോട്ട് പറയുന്നത്. സംഗതി അങ്ങനെയൊക്കെ ആയിരിക്കാം, പക്ഷേ ഈ സീസണിനപ്പുറം അദ്ദേഹം അവിടെ തുടരുമോ എന്നുള്ളത് കണ്ടറിയണം. പ്രീമിയർ ലീഗിൽ അവർ കിരീടം കൈവിട്ട് കഴിഞ്ഞ മട്ടാണ്, അതുപോലെ കപ്പ് കിരീടങ്ങളും അവർ കൈവിട്ട് കഴിഞ്ഞ മട്ടാണ്. ഇപ്പോൾ 31 കളികളിൽ നിന്ന് 49 പോയിൻറ്റോടെ പ്രീമിയർ ലീഗിൽ 5-ാം സ്ഥാനത്താണ് ലിവർപൂൾ ഉള്ളത്. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ എന്തെങ്കിലും മിറക്കിൾ സംഭവിച്ചില്ലെങ്കിൽ കോച്ച് അടുത്ത സീസണിൽ ലിവർപൂളിൻ്റെ പരിശീലകനായി തുടരാനുള്ള സാധ്യത കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.